അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് ഓണത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓണത്തിന് അധികം ദിവസമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓണത്തിന് ഒരു സ്പെഷ്യലായിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ ഈ വർഷം നമ്മൾ സ്പെഷ്യലായിട്ടുള്ള പായസങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ കുറേ പായസങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് സേമിയ കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സേമിയ കൊണ്ടുള്ള പായസം ഞാൻ കഴിഞ്ഞ വർഷം ന്യൂ ഇയറിനാന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ചെറുപരിപ്പും കൊണ്ട് പശുവും പാലിൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഈസി ആയിട്ടുള്ള പായസമാണ്. അതും കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞൊരു പായസമാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. സേമിയ പായസം എന്ന് പറയുമ്പോൾ സാധാരണ വെള്ള കളറിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പിങ്ക് കളറിലുള്ള സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. പിന്നെ ഈ പായസത്തിലേക്ക് റോസ് വാട്ടറും ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. പക്ഷേ റോസ് വാട്ടർ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ആണ് ചേർക്കുന്നത്. അത് നമ്മുടെ കളറിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എന്തോരം ചേർക്കണമെന്നുള്ളത് പറയാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പായസം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തായിരുന്നാലും നമുക്ക് കുറച്ച് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ പച്ച ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. കാരണം ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചിട്ടൊക്കെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ അത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല. സെമി പായസം നമുക്കറിയാമല്ലോ, ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പായസമാണ്. അപ്പോൾ ഈ ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ കുറച്ച് ലോങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 2 പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിയുന്നത്ര കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ ചിലതൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ടിപ്പുകളൊക്കെ അതിനകത്ത് എപ്പോഴും പറയുന്നുണ്ട്. എനിക്കത് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന വെച്ചിട്ടാണ് അങ്ങനെ കഴിയുന്നതും കട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ എത്ര കട്ട് ചെയ്താലും ചില വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ട്. അതങ്ങനെ വരുള്ളൂ. കാരണം നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നായിരിക്കും. അങ്ങനെ ഓടിച്ച് വിട്ടിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ അത് മനഃപൂർവ്വം വരുന്നതല്ല കേട്ടോ, അതങ്ങനെ വന്നു പോകുന്നതാണ്. ഈ പായസത്തിൻ്റെ റെസിപ്പി ആയിരുന്നാലും ഒരുപാട് സമയം എടുക്കാണ്ട് തന്നെ പെട്ടെന്ന് ഷോർട്ടാക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. അപ്പോൾ ഇനി നമ്മുടെ പായസം റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പായിട്ട് എടുത്തേക്കുന്നത്. ഈ കപ്പിൽ 1 കപ്പ് സേമിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രാമിലാണ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഗ്രാം സേമിയ എടുക്കുക. ഇതേപോലെ 1 കപ്പിൽ സേമിയ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 100 ഗ്രാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് സേമിയ അങ്ങനെ ഒടിക്കാത്ത നല്ല നീളത്തിലുള്ള സേമിയ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒടിച്ചിട്ടിടുക. പിന്നെ വറുത്ത സേമിയ എടുക്കരുത് കേട്ടോ. വറുക്കാത്ത സേമിയ വേണം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ സേമിയ നമുക്ക് നെയ്യിൽ വറുത്തിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ പായസത്തിന് നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. അതിപ്പോൾ 3/4 കപ്പ് ഇപ്പോൾ ചേർത്താൽ മതി. പിന്നെ ലാസ്റ്റ് മധുരം നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നെയ്യ് വേണം. നെയ്യ് നമ്മൾ സേമിയ വറുത്തിട്ട് എടുക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ പായസത്തിലേക്ക് കാഷ്നട്ടും പിന്നെ കിസ്മിസും വറുത്ത് ചേർക്കും. അതിനും നെയ്യ് വേണം കേട്ടോ. അപ്പോൾ നെയ്യ് ചേർക്കണേന് അങ്ങനെ കറക്റ്റായിട്ട് ഇത്രയ്ക്ക് അളവുന്നില്ല. പക്ഷെ ഞാൻ എന്തോരം നെയ്യ് ചേർക്കണേന്നുള്ളത് ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. പിന്നെ ഈ പായസത്തിലേക്ക് പാല് വേണം. അപ്പോൾ നമ്മൾ സേമിയ പായസത്തിലേക്ക് സാധാരണ പശുവും പാലാണല്ലോ എടുക്കാറ്. അപ്പോൾ ഞാനിവിടെ ഈ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ 250 ml മെഷറിംഗ് കപ്പിൽ 5 കപ്പ് പാലാണ് എടുക്കുന്നത്. സേമിയ പായസത്തിലേക്ക് 2 സ്പെഷ്യലായിട്ടുള്ള സാധനം ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മളങ്ങനെ സേമിയ പായസത്തിലേക്ക് ചേർക്കാറില്ല. ഇതാട്ടോ ഈ പായസത്തിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഈ ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം എടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇതിലേക്ക് നമുക്കൊരു 4 അല്ലെങ്കിൽ ഒരു 4.5 ടേബിൾ സ്പൂൺ ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം മതിയാവും. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. നമുക്ക് തിളപ്പിക്കുമ്പോൾ കാണാം. കുറച്ച് ചെറിയ പീസായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കണമല്ലോ. എപ്പോഴായിരിക്കും ആ ബീട്രൂട്ടിൻ്റെ ശരിക്കുള്ള കളർ കിട്ടാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിളപ്പിക്കുന്നത്. പിന്നെ ഈ പായസത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാനിതിലേക്ക് റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. ഈ റോസ് വാട്ടറും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ പായസത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ചേർക്കില്ല, വളരെ കുറച്ച് മാത്രമേ ചേർക്കുള്ളൂ. അത് ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീട്രൂട്ട് ഒന്ന് തിളപ്പിക്കാനും വെക്കണം. പിന്നെ പാല് നമ്മൾ
ഡയറക്റ്റായിട്ട് സേമിയയിലേക്ക് ചേർക്കാനല്ല ചെയ്യണത്. 5 കപ്പ് പാല് നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ റെഡിയാക്കാൻ പോണതിന് മുമ്പ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴേക്കും ഈ സേമിയ വറുത്തിട്ട് എടുക്കണം, പിന്നെ ബീട്രൂട്ടൊക്കെ തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതൊക്കെ റെഡിയായിട്ട് വരുമ്പോഴേക്കും പാലിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് വരും. ഒരുപാട് അങ്ങനെ തിക്കൊന്നും ആവണ്ട, ഒരു 10 മിനിറ്റ് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്കൊരു 5 കപ്പ് പാല് ചേർക്കാം. അപ്പോൾ നമ്മളോട് 5 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് തിളപ്പിച്ച് വന്നു കഴിയുമ്പോൾ ഇതൊരു 4.5 അല്ലെങ്കിൽ ഒരു 4.25 കപ്പായിട്ട് കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഈ പാല് നമുക്കണ്ട് നീക്കി വയ്ക്കുക, തടപ്പത്തേക്ക് വെക്കണം. ഇവരൊക്കെ ബീട്രൂട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക, പാലും ബീട്രൂട്ടും കൂട്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ ബീട്രൂട്ട് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ള ജ്യൂസൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലത്തെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് ഞാനൊന്ന് മെഷറിംഗ് കപ്പിൽ നോക്കട്ടെ കേട്ടോ എന്തോരം വെള്ളം ഉണ്ടെന്ന്. കാരണം ഇത് മെഷറിംഗ് കപ്പിൽ എടുക്കുമ്പോൾ 1 കപ്പായിരിക്കില്ല, അതിലും കുറച്ചുകൂടി കൂടുതലുണ്ടാവും. ഒരു കപ്പും ഉണ്ട്. ഒരു മെഷറിംഗ് കപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് എടുക്കുക. അപ്പോൾ നമുക്ക് പാലും ഇതും കൂടിയിട്ടുണ്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടിയും പാലും തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, തുറന്നു നോട്ടെ കേട്ടോ. ഇത് ശരിക്കും ഈ പാത്രത്തിൻ്റെ മൂടിയല്ല, നാട്ടിൽ പോയി വന്നിട്ട് ഒന്നും അത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടില്ല, മൂടി നോക്കിയിട്ട് കണ്ടുപിടിച്ചില്ല. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടല്ലോ. ഇത് തിളച്ചിട്ട് ഒന്ന് പകുതിയായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീ കുറച്ച് വെച്ചേക്കാണ്. അപ്പോൾ പാല് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കണം. പാല് ഞാനിവിടെ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ചെറിയ പാത്രമായിരുന്നു, കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റട്ടെ, അല്ലെങ്കിൽ ഇത് നമുക്കത് തീ വളരെ കുറച്ച് വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തോ കേട്ടോ. ഇതേപോലത്തെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഒട്ടും കൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ പാല് ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാല് തിളച്ച് പോരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ഞാൻ ഈ പാലിലേക്ക് കേട്ടോ ചേർക്കണത്. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കണത്. തീ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് പാലൊന്നും കൂടി കണ്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സേമിയ നെയ്യിൽ വറുത്തിട്ട് എടുക്കണം. അപ്പോൾ അത് കുറച്ചും കൂടിയും വെള്ളം വറ്റാനുണ്ട്. ഇനി ഞാനിവിടെ മൂടി വയ്ക്കണില്ല കേട്ടോ, കാരണം ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഒരു നല്ലൊരു ലൈറ്റ് കളറായിട്ടുണ്ട്, അതിൻ്റെ ഉള്ള ജ്യൂസൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ബീട്രൂട്ട് ഒരു ലൈറ്റ് കളറായിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് മൂടി വയ്ക്കണ്ട. ഇനി തുറന്ന് വെച്ചിട്ട് ഈ നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചിട്ട് ഈ വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം നമുക്ക് മതിയാവും. അപ്പോൾ അത്രയ്ക്ക് വെള്ളം ആവണവരെ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അപ്പോൾ ഇതൊരു 4 അല്ലെങ്കിൽ ഒരു 4.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇതൊന്ന് ചൂടാറണം കേട്ടോ. ഇനി നമ്മൾ സേമിയ വറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. സേമിയ വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. കാരണം സേമിയയുടെ കളറ് മാറാണ്ട് എടുക്കണം, അല്ലെങ്കിൽ സേമിയ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് ഒരു കറുത്ത കളറൊക്കെ വരും. അതിലേക്ക് ഞാനിവിടെ നെയ്യ് ചേർക്കാണ്. ഇപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യുണ്ട് കേട്ടോ. പക്ഷേ ഇത് വെള്ളം പോലെ എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂണിനേക്കാളും ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. അത് കുഴപ്പമില്ല, ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു ഏകദേശം അളവിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് സേമിയ കരിഞ്ഞ് പോകും. അപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പാണല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, അത് ചേർക്കാം. ഈ സേമിയ മൊരിഞ്ഞ് വരുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സേമിയ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് നീങ്ങരുത്, കാരണം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ കളർ അങ്ങോട്ട് മാറിയിട്ട് ഒരു ഡാർക്ക് കളറിലേക്ക് പോവുകയും ചെയ്യരുത്. സേമിയ കരിഞ്ഞു പോയോ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് എല്ലാം പോയി.
ഒന്നുകൂടി ഒന്ന് പൊരിഞ്ഞോട്ടെ. ഞാനിവിടെ നല്ലൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണില്ല. അങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലതൊക്കെയാണ് കരിഞ്ഞു പോകും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ സേമിയ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഒരു നല്ലൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. കാരണം അങ്ങനെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും സേമിയ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ തിളപ്പിച്ച് വെച്ചേക്കണ പാലാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പാല് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് തിളപ്പിച്ച് വെക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പാലിൻ്റെ മുകളിൽ പാടയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട എടുത്ത് മാറ്റണം കേട്ടോ. കാരണം പാടയും കൂടിയിട്ട് പായസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പായസം കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ഒന്നും ചേർക്കാനില്ല. ഈ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ചേർക്കണം. പിന്നെ ലാസ്റ്റ് നമുക്ക് നെയ്യിൽ കാഷ്നട്ടും പിന്നെ ഉണക്കമുന്തിരി അല്ലെങ്കിൽ കിസ്മിസ് ആയിരുന്നാലും കുഴപ്പമില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ അടുത്തുണ്ടാവണം കേട്ടോ. പാലായതുകൊണ്ട് നമുക്കറിയാമല്ലോ എപ്പോഴാണ് തിളച്ച് പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതേപോലെ ആണ് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ പാട ചൂടില്ല, അല്ലെങ്കിൽ പാട വരും. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ഇപ്പം ചേർക്കണത്. ഇതിങ്ങനെ പാലിലേക്ക് ചേർക്കുമ്പോൾ പാല് പിരിയൊന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പം നല്ലൊരു പിങ്ക് കളർ വന്നിട്ടില്ലേ, ഒരു ലൈറ്റ് പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ടോ ചേർക്കാം. പിന്നെ നമ്മുടെ ഈ പായസത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് വരുമെന്ന്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ സേമിയ നമുക്ക് വേവിച്ചിട്ട് എടുക്കുക. കാണാൻ വേണ്ടിയിട്ട് നല്ല രസം, നല്ല പിങ്ക് കളറ്. കുറച്ചും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്കാക്കിയിട്ട് എടുക്കണം. ഈ പാല് കടന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്ന് ഫെയ്ഡായിട്ട് വരും. നമ്മുടെ സേമിയ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. സേമിയ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ തീ കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7-8 മിനിറ്റിനുള്ളിൽ സേമിയ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാനാ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം സേമിയ വെന്ത് ഒരുപാട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വെന്ത് പോകണ്ട. ആ സേമിയ ഒരു കറക്റ്റ് അളവിൽ നമ്മൾ വേവിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും സേമിയ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ പാലിൻ്റെ ചൂടുകൊണ്ട് ഇരുന്നിട്ട് ഈ സേമിയ ഒന്നും കൂടിയും ഒന്ന് വേവുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ സേമിയ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി വേവാനുള്ളത് ഇപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടിയും ഈ ചൂടുള്ള പാലിൽ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെന്തോളും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുറച്ചും കൂടി ചേർക്കുകയാണ്. അത് ചേർക്കണതിന് ശരിക്കും കറക്റ്റായിട്ടൊരു അളവില്ല കേട്ടോ. നമുക്ക് എന്തോരം കളർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഞാൻ നോക്കട്ടെ കേട്ടോ കളർ. അത്യാവശ്യം നല്ലൊരു കളർ വന്നിട്ടുണ്ട്. 2.25 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസായിട്ടോ ചേർത്തത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് രണ്ടാമത് നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ചിരിക്കുന്ന പാലിലേക്കാണല്ലോ നമ്മൾ ചേർക്കണത്. അപ്പോൾ പിന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. കാരണം കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അങ്ങനെ തിളച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിങ്ക് കളർ അങ്ങോട്ട് മാറിയിട്ട് വേറൊരു കളറിലേക്ക് പോകും. അപ്പോൾ നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട്. ഇനി പായസം നമുക്ക് മൂടി വയ്ക്കാം. ഈ ചൂടോടുകൂടി ഇരുന്നിട്ട് ആ സേമിയോ ഒന്നും കൂടി ഒന്ന് വേവാനുണ്ടെങ്കിൽ ഒന്ന് വെന്തോളും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ തീ ഓഫ് ചെയ്തോട്ടോ. കാരണം ഒരുപാട് വെന്താണ്ട് കുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കുക. അപ്പോൾ അത്രയ്ക്ക് സമയം അത് നമുക്ക് കണ്ട് പായസം മൂടി വയ്ക്കാം കേട്ടോ. നമുക്ക് പായസത്തിലേക്ക് നെയ്യിൽ വറുത്തിട്ട് കാഷ്നട്ടും കിസ്മിസും ചേർക്കണമല്ലോ, അല്ലെങ്കിൽ ഉണക്കമുന്തിരി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർക്കുക. നെയ്യ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഒരു 2 നുള്ള ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെ റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിന് നല്ല മണം കേട്ടോ. ഇത് ഞാനിവിടെ വാങ്ങിച്ചത് ഡാബറിൻ്റെ റോസ് വാട്ടറാണ്. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ഒരുപാട് ചേർക്കരുത്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി. നല്ല മണം റോസ് വാട്ടറിന്. ഇനിയിപ്പോൾ ചിലവർക്ക് റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചേർത്തില്ലെങ്കിലും നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പിങ്ക് കളറിലുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ സേമിയൊക്കെ ആയിരുന്നാലും കണ്ട അങ്ങനെ വെന്ത് അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോയിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ. ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പായസത്തിൻ്റെ കൂടെ ആ സേമിയ അങ്ങോട്ട് കടിക്കുമ്പോൾ അത്രയും കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചൂടാറി അല്ല, നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ പാലിൽ നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ ഒന്നും കൂടി ഇരുന്നിട്ട് ഒന്ന് വേവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറ് ഒന്നും കൂടി ഒന്ന് ഫെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടിയും ചേർക്കാണ്. അതങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, ബീട്രൂട്ടിൻ്റെ ആ പച്ച ടേസ്റ്റ് വരില്ല. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി പായസം ഒന്ന് കഴിച്ച് നോട്ടെ കേട്ടോ. ചിലവർക്ക് പായസം കഴിക്കുമ്പോൾ ചെറുതായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ചെറുതായിട്ട് ചൂടോടുകൂടിയിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് ഒരു ഇളം ചൂടിൽ കഴിക്കുന്നതായിട്ട് ഇഷ്ടം. കാരണം ഇതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്തിട്ടാണല്ലോ ലാസ്റ്റ് ഇതിലേക്ക് ആ കാഷ്നട്ടൊക്കെ വറുത്ത് ചേർക്കുന്നത്. അപ്പോൾ തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നെയ്യൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് ഒരു ഇളം ചൂടിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതൊരു ഇളം ചൂടിലാണ് ഇരിക്കുന്നത്. നല്ല കളറുണ്ട് കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോട്ടെ. നല്ല പിങ്ക് കളറാണ്. കാരണം ഞാനിത് സെർവ് ചെയ്യുന്ന സമയത്ത് കളർ കുറച്ച് ഫെയ്ഡായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജ്യൂസ് ഒഴിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആ ബീട്രൂട്ടിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്നും വരില്ല. പക്ഷേ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ബീട്രൂട്ട് ഇട്ടിട്ട് അതേപോലെ വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും ആ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ പായസത്തിലേക്ക് വരില്ല. കഴിച്ച് നോട്ടെ കേട്ടോ. സേമിയൊക്കെ അങ്ങനെ ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, ചെറുതായിട്ട് തന്നെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. മധുരമൊക്കെ നല്ല കറക്റ്റ് പാകണം. കാരണം ഒരുപാട് മധുരം ഒന്നുമില്ല, ആവശ്യത്തിനുള്ള മധുരമാണുള്ളത്. പിന്നെ കളറ് പറയണ്ടല്ലോ, കളറ് നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഞാനത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കളർ കുറച്ച് ഫെയ്ഡായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുറച്ചും കൂടി ഒന്ന് എല്ലാ ഗ്ലാസ്സിലും കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പിന്നെ കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. അപ്പോൾ ഇനി വേറൊരു പുതിയ റെസിപ്പിയായിട്ട് നാളെ വരാം. അപ്പോൾ മിയ കിച്ചൻ്റെ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിൽ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.